بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ മേലെ ഏറ്റവും നിർബന്ധമായിട്ടുള്ളതും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ് ദീനിന്റെ അടിസ്ഥാനങ്ങൾ അറിയുക എന്നത്. ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് ഷഹാദത്തുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. ആ രണ്ട് ഷഹാദത്തുകളുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ അറിയുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമാണ്, പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഏതൊരു ഇൽമിന്റെയും ഏതൊരു അറിവിന്റെയും ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്, അവന്റെ തൃപ്തി നേടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ അറിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് അറിയലാണ്. തൗഹീദിന്റെ ശാഖകളും അതിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളും അതില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന അപകടങ്ങളും എല്ലാം അറിയുക എന്നത്. തൗഹീദ് പഠിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗ്രന്ഥം അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പോലും തൗഹീദുമായി ബന്ധമില്ലാതെ ഇല്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഖുർആനിലെ ആയത്തുകൾ ഒന്നെങ്കിൽ തൗഹീദിനെ കുറിച്ചുള്ള അറിയിപ്പുകളോ കൽപ്പനകളോ ആയിരിക്കും, അതല്ലെങ്കിൽ തൗഹീദിനെ എതിരായിട്ടുള്ള ശിർക്കിനെ കുറിച്ചുള്ള താക്കീതുകളോ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളായിരിക്കും, അതല്ലെങ്കിൽ തൗഹീദ് പൂർത്തീകരിച്ചവർക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള പരലോകത്തെ അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കും. മറ്റായത്തുകൾ തൗഹീദ് നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് പരലോകത്തൊരുക്കിയിട്ടുള്ള ശിക്ഷകളെ കുറിച്ചുള്ള അറിയിപ്പുകളായിരിക്കും, അല്ലെങ്കിൽ തൗഹീദ് സാക്ഷാത്കരിച്ചവർക്ക് അള്ളാഹു ദുനിയാവിൽ നൽകിയിട്ടുള്ള ആദരവുകൾ ഇക്രാമുകൾ അറിയിക്കുന്ന ചരിത്രങ്ങളായിരിക്കും. തൗഹീദ് നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് അള്ളാഹു ഒരുക്കിയ ശിക്ഷകളെ കുറിച്ചുള്ള ആയത്തുകളായിരിക്കും, അല്ലെങ്കിൽ തൗഹീദ് സാക്ഷാത്കരിക്കാൻ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, കർമ്മങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും. അല്ലെങ്കിൽ തൗഹീദിന്റെ പൂർണ്ണതയിൽ നിന്ന് ഒരാളെ തടയുന്ന കാര്യങ്ങൾ, തിന്മകൾ, പാപങ്ങൾ, അതിന്റെ ശിക്ഷയും അതിനെ വിരോധിക്കുന്ന ആയത്തുകളായിരിക്കും. ഖുർആനിലെ എല്ലാ ആയത്തും തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ തൗഹീദ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത്, ഗ്രന്ഥം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സഹീഹായ ഹദീസുകളാണ്. ഹദീസിന്റെ ലോകത്ത് അറിയപ്പെട്ട സഹീഹൈൻ, സഹീഹുൽ ബുഖാരി, അതുപോലെ സഹീഹ് മുസ്ലിം, അതുപോലെയുള്ള സഹീഹായ ഹദീസുകൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് തൗഹീദ് പഠിപ്പിക്കാനും അതുപോലെ ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യാനുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിനുശേഷം പിൽക്കാലത്ത് പണ്ഡിതന്മാർ ഖുർആനിലെ ആയത്തുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും തൗഹീദ് പഠിക്കാൻ ആളുകൾക്ക് മനസ്സിലാകാൻ എളുപ്പമാകാൻ എന്ന നിലക്ക് അതിനെ കൃത്യമായ ബാബുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായി ഓരോ തലക്കെട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചത് കാണാം. അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടതിൽ പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള, പ്രയോജനമുള്ള, ആളുകൾക്ക് ഏറ്റവും തൗഹീദ് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള കിതാബാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ച കിതാബു തൗഹീദ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. നമ്മുടെ മർക്കസിൽ വെച്ച് തന്നെ
ശരിയാണെങ്കിൽ, എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ 3-4 തവണ, 4ാമത്തെ തവണയായിരിക്കണം കിതാബു തൗഹീദ് ഇവിടെ ദർസ് എടുക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ നമ്മൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കിതാബു തൗഹീദ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ മരണം വരെ നമ്മുടെ മേലെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്. തൗഹീദിനെ കുറിച്ചുള്ള പഠനം അതിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, പണ്ഡിതന്മാർ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കിതാബു തൗഹീദിനെ നാം അങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും. വബില്ലാഹി തൗഫീഖ്. കിതാബ് തൗഹീദിലേക്ക്, അതിന്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കിതാബ് ക്രോഡീകരിച്ചത് മുഹമ്മദ് ബിൻ അശ്ശൈഖ് ഇമാമു ദഅവ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്ൻ സുലൈമാൻ ഇബ്ൻ അലി മിൻ ആലി മുശ്രിഫിൻ മിൻ ഖബീലത്ത് ബനി തമീം المشهورة وإمام الدعوة السلفية في نجد وغيرها. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇമാമു ദഅവത്തി സലഫിയ എന്നറിയപ്പെടുന്ന തൗഹീദിന്റെ ദഅവത്തിൽ വളരെയധികം ജീവിതത്തിൽ പരിശ്രമിച്ച, വിജയം കണ്ട അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഒരു അനന്തരഫലമാണ് ഇന്നൊരു പക്ഷേ ലോകത്ത് കിഴക്കും പടിഞ്ഞാറും തൗഹീദ് ഇത്രത്തോളം പ്രചരിക്കാനുള്ള ഒരു കാരണമായത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയധികം തൗഹീദിനെ ദഅവത്ത് ചെയ്യുന്നതിൽ, അത് ആളുകൾക്ക് പഠിപ്പിക്കുന്നതിൽ, അതിനെ ഇല്ലാതാക്കുന്ന, അതിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യുന്നതിൽ ഒരുപാട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് ഉയൈനയിലാണ്, റിയാദിനടുത്തുള്ള പ്രദേശം. ഹിജ്റ വർഷം 1115 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇൽമിയായി അടിസ്ഥാനമുള്ള, അദ്ദേഹത്തിന്റെ ഉപ്പയെല്ലാം ഖാദിയും പണ്ഡിതന്മാരുമായിരുന്ന കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും തന്റെ ഉപ്പയിൽ നിന്ന്, അന്ന് ഉയൈനയിലെ ഖാദിയായിരുന്ന അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് ധാരാളം ദീന് പഠിക്കുകയും അതിനു പുറമെ നജ്ദിലും മദീനയിലും അഹ്സായിലും ബസറയിലും അതുപോലെ മറ്റു പല പ്രദേശങ്ങളിലും അദ്ദേഹം ഇൽമു നേടാൻ മറ്റു പല പണ്ഡിതന്മാരുടെ അടുക്കലും ഇൽമു നേടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അറിവ് നേടുന്നതിൽ അദ്ദേഹത്തിനെ വളരെയധികം സ്വാധീനിച്ച 2 പണ്ഡിതന്മാരാണ് ഇബ്നു തൈമിയ റഹിമഹുള്ളയും ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയും. അവരുടെ കിതാബുകളിൽ നിന്ന് തൗഹീദിന്റെ യാഥാർത്ഥ്യം, അതുപോലെ സലഫി മൻഹജിന്റെ, എന്താണ് സലഫുകളുടെ അഖീദ, എന്തായിരുന്നു അവർ തൗഹീദിനെ മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാക്കുകയും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും അതുപോലെ പിഴച്ച ശിർക്കിലേക്ക് നയിക്കുന്ന ഇസ്തിഗാസയാവട്ടെ തബറുക്കാവട്ടെ അങ്ങനെ വ്യത്യസ്ത ശാഖകളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും അതിനെതിരെ അന്ന് നജ്ദിൽ ഏറ്റവും അധികം പ്രചരിച്ചിരുന്ന പലതരത്തിലുള്ള ബിദ്അത്ത് ഖുറാഫാത്തുകൾ, ഖബറിൽ നിന്നും മരത്തിൽ നിന്നും കല്ലുകളിൽ നിന്നും ബറക്കത്തെടുക്കുന്ന രീതികൾ, അങ്ങനെയുള്ളതിനെതിരെയെല്ലാം ശക്തമായി പോരാടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ശക്തമായി തൗഹീദ്, ഏറ്റവും സ്വഹീഹായ അഖീദ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ആ വിഷയത്തിൽ ധാരാളം കിതാബുകൾ രചിക്കുകയും ചെയ്തു. അദ്ദേഹം രചിച്ച കിതാബുകൾ പലതും നമുക്കറിയാം. കിതാബു തൗഹീദ് അത് വളരെ ശ്രേഷ്ഠമായതാണ്. സലാസത്തുൽ ഉസൂൽ ഉണ്ട്, ഖവായിദുൽ അർബഅ, നവാഖിദുൽ ഇസ്ലാം, കശ്ഫുശ് ശുബ്ഹാത്ത്, മസായിലുൽ ജാഹിലിയ്യ, അങ്ങനെ തുടങ്ങി ധാരാളം കിതാബുകൾ അദ്ദേഹം എഴുതുകയുണ്ടായി. ഇതിനു പുറമെ ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം എന്നിവരുടെ കിതാബുകൾ അദ്ദേഹം സംക്ഷിപ്തമായി ചുരുക്കി എഴുതി ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ വർഷം 1206 അദ്ദേഹം മരണപ്പെടുന്നത്. ദർഇയയിൽ വെച്ച്, റിയാദിൽ തന്നെ അടുത്തുള്ള ദർഇയയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം കൂടുതലായി ധാരാളം കേൾക്കാനും വായിക്കാനും നമുക്ക് സാധിക്കും. പുസ്തകങ്ങളുണ്ട്, അതുപോലെ കേൾക്കാനും നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ കിതാബിലേക്ക് ആരംഭിക്കുകയാണ്. നമ്മൾ കിതാബു തൗഹീദ് എടുക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന രീതി ഏറ്റവും ഒരു തുടക്കക്കാരനായ ഒരാൾക്ക്, അല്ലെങ്കിൽ ഇൽമു നേടുന്നതിൽ തുടക്കക്കാരായ ഒരാൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന രീതിയിൽ വളരെ സംക്ഷിപ്തമായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നാം അവലംബിക്കുന്ന ഷർഹ്, വിശദീകരണം എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ്, അൽ ഇമാം അൽ അല്ലാമ, വളരെയധികം അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം കിതാബു തൗഹീദിനെ തഅലീഖായി കൊണ്ട് എഴുതിയിട്ടുള്ള അൽ ഖൗലുസ് സദീദ് എന്നൊരു കിതാബുണ്ട്. വളരെ ചുരുക്കിയാണെങ്കിലും ധാരാളം ഉപകാരമുള്ള കിതാബാണ്. അത് വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ബാബും അതിലെ ആയത്തുകളും, ഈ കിതാബിന്റെ രീതി എങ്ങനെയാണ്?
ആയത്തുകളും ഹദീസുകളും സഹാബികളിൽ നിന്നുള്ള അസറുകളുമാണ് ഇതിലുള്ളത്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വാചകങ്ങൾ വളരെ ചുരുക്കം വിരളമായിട്ടേ ഉള്ളൂ. എല്ലാം ദലീലുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ കിതാബിന് ഷറഹ് എഴുതി ആ ഷറഹിന് ഷറഹ് എഴുതിയ കിതാബുകൾ വരെയുണ്ട്. പല രീതിയിൽ കിതാബിന്റെ ഷറഹുകൾ ലഭ്യമാണ്. അപ്പോൾ ഓരോ കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ പറയുകയും ഒരു ബാബ് വായിച്ചു കഴിഞ്ഞാൽ ഇമാം സഅദി റഹിമഹുള്ളയുടെ ഖൗലു സദീദിലെ ആ ബാബിന്റെ വിശദീകരണവും വായിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാനും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളാനും എല്ലാം എളുപ്പമാക്കി തരട്ടെ. അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാവിധ തൗഫീഖും ഉള്ളത്. അതുകൊണ്ട് നല്ല നിയ്യത്തോടു കൂടി കിതാബു തൗഹീദ് അത് ഏറ്റവും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികൾക്കും എല്ലാം അത് പറഞ്ഞു കൊടുക്കാനും ഉപകരിക്കുന്ന രീതിയിൽ ഇത് മാറുമാറാകട്ടെ. ഈ കിതാബിന്റെ ആരംഭം തന്നെ കിതാബു തൗഹീദ് എന്നുള്ള പേരിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഒരു മുഖദ്ദിമയോ ഒരു ആമുഖമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഖുതുബയോ വേറെ എന്തെങ്കിലും സംസാരമോ ഒന്നുമില്ലാതെ നേരിട്ട് കിതാബിന്റെ ആശയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ആദ്യം തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത് ഖൗലില്ലാഹി തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തു ദാരിയാത്തിലെ 56ാമത്തെ ആയത്തായിട്ടുള്ള വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ള ആയത്താണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ കിതാബു തൗഹീദ് എന്നാൽ ആദ്യം നേരെ കിതാബിലേക്ക് അതിന്റെ ആയത്തുകളിലേക്കും ഹദീസുകളിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് തൗഹീദ് എന്നത് നാം പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഒരിക്കലും വേറൊരാളുടെ ആവശ്യമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും ആളുകൾ തൗഹീദിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ തൗഹീദ് ഉൾക്കൊണ്ട അറിഞ്ഞ ആളുകൾ അവർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൗഹീദ് ലഭിച്ചു, അപ്പോ തൗഹീദിന്റെ ആളായി ഞാൻ മാറിയിട്ടുണ്ട്, ഇനി എനിക്ക് തൗഹീദിൽ കൂടുതലൊന്നും പഠിക്കാനോ അറിയേണ്ടതോ ഇല്ല എന്ന ധാരണയാണ് പല തൗഹീദുള്ള ആളുകളെയും ദീനിൽ നിന്ന് തെറ്റിക്കാൻ പിന്നീട് കാരണമായിട്ടുള്ള ഒരു കാര്യം. യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞത് ഉലമാക്കൾ 3 മർത്തബകളിലായിട്ട് പഠിപ്പിച്ചത് കാണാം. ഒന്നാമത്തേത് തൗഹീദുൽ അസ്ലി എന്ന് പറയും, അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട തൗഹീദ്. അതിന്റെ മുകളിലുള്ള ദർജ തൗഹീദുൽ വാജിബ് എന്ന് പറയും, നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ടത്. അതിനു മുകളിൽ തൗഹീദുൽ മുസ്തഹബ്, മുസ്തഹബായിട്ടുള്ള തൗഹീദ് എന്ന് പറയും. ഈ 3 മർത്തബകൾ ഉണ്ട് എന്ന് പറഞ്ഞു. വേറെ രീതിയിൽ ചില പണ്ഡിതന്മാർ ഒന്നാമത്തേത് തഅലീമുത് തൗഹീദ്, തൗഹീദിനെ കുറിച്ച് പഠിക്കലാണ്. അഥവാ ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്കൊന്നുമില്ലാതെ തൗഹീദിന്റെ അടിസ്ഥാനം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ അറിയുകയും പകർത്തുകയും ചെയ്യുന്നത്. വാജിബായിട്ടുള്ളത് എന്നതിനെ തർബിയത്തു തൗഹീദ് എന്ന് പറയും. അഥവാ ഷിർക്കുൻ അസ്ഗറുകളും അഥവാ ചെറിയ ഷിർക്കും ഒഴിവായിക്കൊണ്ട് തൗഹീദിനെ അതിന്റെ എല്ലാ ഭാഗങ്ങളിലും കൂടി തെളിയിക്കുന്ന അവസ്ഥ. അതിന് മുകളിലുള്ളതിനെ തഹ്ഖീഖുത് തൗഹീദ് എന്ന് പറയും. തഹ്ഖീഖുത് തൗഹീദ് എന്ന് പറഞ്ഞാൽ മക്രൂഹാത്തുകളും അത് പിന്നെ പാപങ്ങളും എല്ലാം ഒഴിവായിക്കൊണ്ട് തൗഹീദിനെ സാക്ഷാത്കരിക്കുന്ന അവസ്ഥ. അതിനേക്കാൾ മുകളിലുള്ള അവസ്ഥ തഹ്ഖീഖുത് തൗഹീദിൽ തന്നെ പെട്ടതാണ് തഹ്ഖീഖു കമാലിത് തൗഹീദ്, തൗഹീദിന്റെ പൂർണ്ണതയെ സാക്ഷാത്കരിക്കുന്ന അവസ്ഥ. അത് അള്ളാഹും അവനും മാത്രമായിട്ട് ബന്ധമുള്ള, അവൻ വേറൊരാളെ മേലെ ആശ്രയിക്കുകയില്ല, വേറൊരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയില്ല, പൂർണ്ണമായും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഉന്നതമായ പദവിയാണ് തഹ്ഖീഖു കമാലി തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ തൗഹീദ് പഠിച്ച ആളുകൾ തന്നെ അവർ വിചാരിച്ചു പോകും ഞങ്ങൾ തൗഹീദ് എല്ലാം പൂർത്തീകരിച്ചു. എന്നാൽ അവരുടെ തൗഹീദിനെ പൊളിച്ചു കളയുന്ന ധാരാളം ഷിർക്കിന്റെ അംശങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് അവർ അശ്രദ്ധരായിരിക്കും. ഷിർക്കിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണത്. ഷിർക്കിന്റെ എത്ര ഗോപ്യമായിട്ടാണ് അത് സംഭവിക്കുക എന്നറിയാത്തത് കൊണ്ടാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, ഒരാൾ നായയെ വരെ പങ്കു ചേർക്കുന്ന അവസ്ഥയുണ്ടാകും. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു നാട്ടില് ഒരു കള്ളൻ കയറി, വീടുകളിലൊക്കെ കള്ളൻ കയറി. അപ്പൊ ഒരു വീട്ടിൽ കള്ളൻ കയറിയില്ല, ആ വീട്ടിൽ കാവലിനായിട്ട് നായ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറയാണ് ലൗലാ അൽ കൽബു ലസുരിഖന ലൈലത, ആ നായയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അത് പറയാണ്, ഈ നായ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലും കള്ളൻ കയറുമായിരുന്നു. ഇത് ഷിർക്കിന്റെ ലഫ്ളായിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നത്. അപ്പൊ ഷിർക്കിനെ കുറിച്ച് മനസ്സിലാകുമ്പോഴും അത് എത്രത്തോളം ഗോപ്യമായിട്ടാണ് തൗഹീദുള്ള ആളുകൾ പ്രവേശിക്കുക എന്ന് അറിയുമ്പോഴാണ്
തൗഹീദ് ഇനിയും പഠിക്കേണ്ടതാണ് എന്നുള്ള ബോധം നമുക്ക് വരിക. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് എന്നെയും എന്റെ സന്താനങ്ങളെയും നീ കാത്തു രക്ഷിക്കണം, അകറ്റണമേ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ കിതാബ് തൗഹീദിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ആരംഭിക്കുന്നത് ഖൗലില്ലാഹി തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് പറഞ്ഞുകൊണ്ടാണ്. ഈ ആയത്ത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും, ഇപ്പൊ നമ്മൾ മാനസികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചൊരു സമയമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വലിയ എന്തോ ഒരു നേട്ടം ലഭിച്ച സമയമാണെന്ന് വിചാരിക്കുക, ഏത് സമയത്തും നമ്മെ ആ സമയത്ത് നമുക്കുണ്ടാകേണ്ട വികാരത്തിൽ നിന്ന് പരിധി ലംഘിക്കാതെ പിടിച്ചു നിർത്തുന്ന ഒരായത്താണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പരിധി വിട്ട സന്തോഷം കൊണ്ട് അവൻ അഹന്തയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. ചില ആളുകൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചാൽ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോഴെല്ലാം ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുലേക്കുള്ള യാത്രയിൽ പിടിച്ചു നിർത്താൻ ഈ ആയത്ത് സഹായകമാകും. അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ. അവിടെ ശരിക്ക് ഇല്ലാ ലിയഅ്ബുദൂനി എന്നാണ് ആയത്തിന്റെ രൂപം. അറബി ഭാഷയിലെ നിയമങ്ങൾ കൊണ്ട് ലിയഅ്ബുദൂൻ എന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ജിന്ന് വർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല. അപ്പൊ ഏത് സന്ദർഭത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, അല്ലാതെ ഒരു ലക്ഷ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മളിവിടെ സമ്പാദിച്ച് കൊട്ടാരങ്ങൾ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭക്ഷിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം, അള്ളാഹുവിനൊരു നേട്ടം അതുകൊണ്ടില്ല. ഒരു യജമാനൻ ഒരു അടിമയോട് ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ആ യജമാനൻ അടിമയിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവും. പക്ഷേ അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളതും അതിന്റെ ലക്ഷ്യം പറഞ്ഞു തന്നിട്ടുള്ളതും നമ്മുടെ മാത്രം മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാത്രമാണ് നേട്ടമുള്ളത്, മറ്റൊരാൾക്കൊന്നുമില്ല. അള്ളാഹുവിന് നമ്മളിൽ നിന്ന് ഒരാവശ്യമില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ജനിച്ചത്, ഞാനിവിടെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് പ്രായമാകുന്നത്, ഞാനിവിടെ മരണപ്പെടുന്നത്, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ്. നമുക്ക് ഉമ്മയെയും ഉപ്പയെയും തന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള വായു ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ലഭിക്കുന്ന എല്ലാം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളത്. കാരണം എന്താണ്? വമാ ഖലഖതു എന്നാണ് പറഞ്ഞത്. അല്ലാഹു ആണ് സൃഷ്ടിച്ചത്. സൃഷ്ടാവല്ലാതെ ഒരാൾക്കും ഇബാദത്തിന് അർഹത ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പല ഇലാഹുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതിലേതെങ്കിലും ഒരാൾക്ക് ആ അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു ഇലാഹിനെ ആരാധിക്കുന്ന ആൾക്ക് പറയാൻ സാധിക്കുമോ ഇതാണ് എന്റെ സൃഷ്ടാവ് എന്ന്? ഒരിക്കലുമില്ല. ഇനി ഒരാളെ വിളിച്ചിട്ട് പറയാണ് നിന്റെ ഇലാഹ് അല്ലെങ്കിൽ നിന്റെ ഇലാഹ്, അത് മലയാളത്തിൽ പറഞ്ഞ നിന്റെ ദൈവം എന്നുള്ള ആ കൺസെപ്റ്റ്, അത് ആ ഇലാഹിനുണ്ടായിരിക്കേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവനോട് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരാൾ എഴുതുക? നമ്മൾ ആരാധിക്കുന്ന ഇലാഹിന് ഉണ്ടാകേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് ഒരാളോട് എഴുതാൻ പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആളുകൾക്കുള്ള ഒന്നും അവന് എഴുതാൻ സാധിക്കില്ല. കല്ലായിരിക്കണമെന്നോ മരായിരിക്കണമെന്നോ ഒന്നും എഴുതാൻ സാധിക്കില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളത്. അത് അള്ളാഹു ഖാലിഖാണെന്നുള്ള കാര്യം മാത്രം മതി. അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നുള്ളത് മാത്രം മതി. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത്. അടുത്തത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു ഖൗലിഹി വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറഞ്ഞു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, നാം നിയോഗിച്ചു എല്ലാ സമൂഹത്തിലേക്കും എല്ലാ വിഭാഗത്തിലേക്കും, മനുഷ്യവർഗം ആരംഭിച്ചത് മുതലുള്ള എല്ലാ സമൂഹത്തിലേക്കും നാം റസൂലുകളെ അയച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന റസൂലുകളെ അയച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്,
അവരെല്ലാവരും ആ റസൂലുകളെല്ലാം ആ ഖൗമിനോട് പറഞ്ഞിട്ടുള്ള കാര്യം അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്, താഗൂത്തുകളെ നിങ്ങൾ ഒഴിവാക്കണം. താഗൂത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിന്റെ വിഷയത്തിൽ ആരാധിക്കപ്പെടുന്നതിൽ അതിര് കവിയുന്ന എല്ലാം താഗൂത്താണ്. അഥവാ ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു അല്ലാതെ ഏതൊരാൾക്ക് ഇബാദത്ത് വകവെച്ചു കൊടുത്താലും അവരെല്ലാം അതിന്റെ അടിസ്ഥാനത്തിൽ താഗൂത്തുകളാണ്. അപ്പൊ അല്ലാഹു അല്ലാതെ ഒന്നിനെയും ആരാധിക്കരുത് എന്ന് പഠിപ്പിക്കാനാണ് എല്ലാ റസൂലിനെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തദല്ലുൽ വൽ ഖുദൂ' മൽ ഹുബ്, അല്ലെങ്കിൽ അങ്ങേയറ്റം ഇഷ്ടത്തോടുകൂടി താഴ്മയും വിധേയത്വവും കാണിക്കുക എന്നുള്ളതാണ് ഇബാദത്തിന്റെ ആശയം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നൂനിയയിൽ പറഞ്ഞതുപോലെ ഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅ ദുല്ലി ആബിദിഹി ഹുമാ ഖുതുബാനി. റഹ്മാനായ റബ്ബിനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഗായത്തു ഹുബ്ബിഹി, ഒരു കളങ്കവുമില്ലാത്ത പരിപൂർണമായ ഇഷ്ടം അള്ളാഹുവിനോടുണ്ടാവുക. മഅ ദുല്ലി ആബിദിഹി, അതുപോലെ അടിമക്ക് അങ്ങേയറ്റ വിധേയത്വം താഴ്മ അള്ളാഹുവിനോടുണ്ടാവുക. ഹുമാ ഖുതുബാനി, ഇതാണ് ഇബാദത്തിന്റെ രണ്ട് സ്തംഭങ്ങൾ, നെടും തൂണുകൾ എന്ന് പറയുന്നത്. ഇനി അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് പ്രത്യേകമായി പറയുമ്പോൾ, പ്രത്യേകമായി അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഒന്നുകൂടി വിശാലമായ അർത്ഥത്തിലേക്ക് പറയുന്ന അർത്ഥമാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരു ആശയം. ഇസ്മുൻ ജാമിഉൻ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ, വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, മിനൽ അഖ്വാൽ, അത് സംസാരമാണെങ്കിലും, മിനൽ അഅമാൽ, അത് പ്രവർത്തനമാണെങ്കിലും, അല്ലാഹിറതി വൽ ബാത്തിന, ആന്തരികമായതും ബാഹ്യമായതും, അതെല്ലാം ഇബാദത്തിന്റെ ആശയത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ എന്താണ് ഇബാദത്ത് എന്ന് നമുക്ക് മനസ്സിലാകണം. ഈ ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ശിർക്കിന്റെ ആളുകൾ അവര് പല കാര്യങ്ങളും അവർ ചെയ്യുന്നത്. അവർ ഖബറിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് പ്രകാരം അത് ഇബാദത്തല്ല. അത് ഇബാദത്തിന്റെ ആശയത്തിൽ അവരുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അവർ കൊടുക്കുന്ന ആശയം അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ള ഒരാളായിട്ട് വേറൊരാളെ കണ്ട് അയാളോട് ചെയ്യുന്ന കാര്യങ്ങളെ ഇബാദത്താവുള്ളൂ എന്ന അവരുടെ ആശയപ്രകാരം. എന്നാൽ ഇബാദത്തിന്റെ അർത്ഥം അതല്ല. നബിമാർ പഠിപ്പിച്ച ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ആശയം, അള്ളാഹുവിനോട് മാത്രം അങ്ങേയറ്റത്തെ ഇഷ്ടവും അങ്ങേയറ്റത്തെ താഴ്മയും ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ആശയം. അപ്പൊ അള്ളാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത് ഓരോ സമൂഹത്തിലേക്കും നാം റസൂലുകളെ അയച്ചത് ഈ ഒരു കാര്യം പറയാനാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാം ഒഴിവാക്കാനും. ഇത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് അർക്കാനുകളുണ്ട്. ഒന്ന് ലാ ഇലാഹ എന്ന് പറയുന്ന നഫി, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല, ഒരു ഇലാഹുമില്ല എന്ന് നിരാകരിക്കുന്ന അവസ്ഥ. ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ബാത്ത്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥ. ഈ രണ്ട് അർക്കാനുകൾ ലാ ഇലാഹ എന്ന നഫിയും ഇല്ലല്ലാഹ് എന്ന ഇസ്ബാത്തും ഉൾക്കൊള്ളുന്ന ആശയം ഈ പറഞ്ഞ ആയത്തിലുണ്ട്. അനിഅ്ബുദുല്ലാഹ് ഇല്ലല്ലാഹ് എന്നുള്ളത്, വജ്തനിബുത് താഗൂത്ത് ലാ ഇലാഹ എന്ന ആശയം. അപ്പൊ ഈ രണ്ട് അർക്കാനുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയമായിട്ട് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖൗലിഹി, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ഇസ്രായിലെ 23ാമത്തെ ആയത്തിൽ, وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. وقضى ربك, നിന്റെ റബ്ബ് അതാ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു തആല ഖദാ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആശയത്തിൽ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഇബാദത്ത് ചെയ്യരുത്, ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്നത്. ഇതും ഖുർആനിൽ തൗഹീദിനെ കുറിച്ചുള്ള കൽപ്പന അറിയിക്കുന്ന, ഇബാദത്തിനെ കുറിച്ചുള്ള കൽപ്പന അറിയിക്കുന്ന ആയത്താണ്.
ഇതിൽ ആദ്യം അല്ലാഹു തആല കൽപ്പിച്ച കാര്യം എന്താണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന വിഷയമാണ്. കാരണം നമുക്ക് ഈ ജീവിതം നൽകിയത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ ഒന്നിരുന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ തീരുമാനത്തിലല്ല നമ്മൾ ഈ ലോകത്ത് ജനിച്ചത്, നമ്മുടെ തീരുമാനത്തിലല്ല നമ്മുടെ ഉമ്മയും ഉപ്പയും തീരുമാനിക്കപ്പെട്ടത്, നമ്മുടെ തീരുമാനത്തിലല്ല നമ്മൾ ആണും പെണ്ണുമായത്, നമ്മുടെ തീരുമാനത്തിലല്ല നമ്മൾ വളർന്നു വലുതാകുന്നത്, നമ്മുടെ തീരുമാനത്തിലല്ല നമ്മൾ മരണപ്പെടുന്നത്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഒരുക്കിയിട്ടുള്ളവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലെ കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. ഈ റബ്ബിനെ ആരാധിക്കാതെ ജീവിക്കുന്ന നിഷേധിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ, അവരെ നിരർത്ഥകതകൾ ആലോചിച്ച് നോക്കി. എന്ത് ധൈര്യത്തിൽ ആ വാക്ക് പറയാൻ പറ്റുക? ഒരു നിമിഷം അവർക്ക് ശ്വസിക്കുന്ന വായു പോലും അവരുടെ നിയന്ത്രണത്തിൽപ്പെട്ടൊരു കാര്യമല്ല, അവൻ തീരുമാനിച്ച് ലഭിക്കുന്നതല്ല. എന്നിട്ടും അള്ളാഹുവിനെ നിഷേധിക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അവരുടെ ബുദ്ധിയില്ലായ്മയാണ് അതിലൂടെ വെളിവാകുന്നത്. അതോടൊപ്പം അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്, ഖുർആനിൽ തന്നെ വേറെയും ധാരാളം സന്ദർഭങ്ങളിൽ പറയുന്ന കാര്യമാണ്, വബിൽ വാലിദൈനി ഇഹ്സാന. തൗഹീദ് പറഞ്ഞതിനോടൊപ്പം അല്ലാഹു തആല എന്ത് പറയാറുണ്ട്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്താണ് ഇത് തമ്മിൽ ഒരുമിച്ച് പറയാനുള്ള കാരണം? എന്താണ്? ഒന്ന്, അള്ളാഹുമായി ബന്ധപ്പെട്ടത് ആദ്യം പറഞ്ഞു, തൗഹീദ് പറഞ്ഞു, കാരണം അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, ബാക്കി എല്ലാ കാര്യങ്ങളും. രണ്ടാമത്തേത് മാതാപിതാക്കളെ ഒപ്പം പറയാനുള്ള കാരണം, അല്ലാഹു തആല നമ്മളിവിടെ ജനിക്കാനും നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനങ്ങൾ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് നൽകപ്പെടാനും അതുപോലെ നമ്മെ വളർത്തിക്കൊണ്ടുവരാനുമെല്ലാം കാരണക്കാരായി അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളിത് ജനിക്കാൻ ഭൗതികമായിട്ടുള്ള കാരണം. നമ്മുടെ ചെറുപ്പത്തിൽ തർബിയത്ത് ചെയ്യുന്നതിന് അള്ളാഹു ഒരുക്കിയിട്ടുള്ള കാരണം അവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള അവകാശം വീട്ടിക്കൊടുക്കുന്നതിനോടൊപ്പം സൃഷ്ടികളിൽ നമ്മൾ ആദ്യമായി വീട്ടിക്കൊടുക്കേണ്ട അവകാശം മാതാപിതാക്കൾക്കുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഉമ്മമാരോടുള്ളതാണ്. അപ്പൊ ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം തൗഹീദിനെ കുറിച്ചിട്ടുള്ള കൽപ്പന, തൗഹീദിന്റെ പ്രാധാന്യം മറ്റെന്തിനേക്കാളും ആദ്യമായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള കടമയായ തൗഹീദ് കഴിഞ്ഞാൽ സൃഷ്ടികളോടുള്ള ബാധ്യതകളിൽ നമുക്കുള്ള ഏറ്റവും ബാധ്യത മാതാപിതാക്കളോടാണ്, അവരോട് ഇഹ്സാൻ ചെയ്യുക എന്നതുമാണ്. അടുത്ത ആയത്തിൽ പറഞ്ഞു, വഖൗലിഹി വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്താണ്. ഈ ആയത്തിലും കഴിഞ്ഞ ആയത്തുകളെ പോലെ തന്നെ തൗഹീദിനെ കുറിച്ചുള്ള കൽപ്പനയാണ്, തൗഹീദിനെ തൊട്ടുള്ള കൽപ്പനയാണ് ഈ ആയത്തിലും വന്നിട്ടുള്ളത്. വഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇവിടെ അറബി ഭാഷയിൽ ഷൈഅൻ എന്നുള്ള വാക്ക് അവിടെ നെക്കിറയായിട്ടാണ് വന്നിട്ടുള്ളത്. അറബി ഭാഷ നിയമമാണ്. നെക്കിറയായിട്ടുള്ള ഒരു പദം നഫീന്റെ ലാ എന്നുള്ള ആ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാ തരത്തിലും, അതായത് ഷിർക്കുൻ അക്ബറോ വലിയ ഷിർക്കോ ചെറിയ ഷിർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനെയോ വ്യക്തിയെയോ ഒന്നിനെയും അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്, ഒന്നിനെയും പങ്കു ചേർക്കരുത്. നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന ഏതൊരു കാര്യവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എങ്കിൽ നമ്മെ സൃഷ്ടിക്കുന്നതിൽ അള്ളാഹുവിനൊരു പങ്കുകാരനില്ല, നമുക്ക് ഉപജീവനം നൽകുന്നതിൽ അള്ളാഹുവിനൊരു പങ്കുകാരനില്ല, നമ്മെ മരിപ്പിക്കുന്നതിൽ അള്ളാഹുവിനൊരു പങ്കുകാരനില്ല, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൽ അള്ളാഹുവിനൊരു പങ്കുകാരനില്ല. ഇതെല്ലാം അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന് അങ്ങോട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഇബാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കുക? അപ്പൊ തൗഹീദിന്റെ അടിസ്ഥാനമായിട്ടുള്ള അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ള നഫിയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള ഇസ്ബാത്തും ഈ ആയത്തിലൂടെയും അറിയിക്കുന്നുണ്ട്. അതും ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. വഖൗലിഹി, അടുത്ത ആയത്ത് കൊടുക്കുന്നത് സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ ആയത്താണ്. സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ ആയത്ത് മുതൽ 153 വരെയുള്ള ആയത്തുകൾ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൗലിഹി ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ പറയുക, തആലൂ, നിങ്ങൾ വരൂ, നിങ്ങൾ വരൂ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ മേലെ നിങ്ങളുടെ റബ്ബ് നിഷിദ്ധമാക്കിയത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. അതായത് അല്ലാഹു തആല നിങ്ങളുടെ മേലെ ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പാരായണം ചെയ്തു തരാം എന്ന് പറഞ്ഞ്
ആളുകളെ വിളിക്കാൻ വേണ്ടി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. എന്നിട്ട് ആദ്യം പറഞ്ഞു, ആദ്യത്തെ കാര്യം 10 കാര്യങ്ങൾ ഈ ആയത്തുകളിൽ പറയുന്നുണ്ട്. 10 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് പറഞ്ഞു, അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അഥവാ തൗഹീദ് ഉണ്ടായിരിക്കണം. അല്ലാഹുവിൽ ഏതെങ്കിലും നബിയാവട്ടെ, മലക്കാവട്ടെ, അല്ലെങ്കിൽ വലിയാവട്ടെ, അല്ലെങ്കിൽ കല്ലാവട്ടെ, മരമാവട്ടെ, ഒന്നിനെയും നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അല്ലാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അല്ലാഹുവിന് സമനയുണ്ടാക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഒരിക്കലും അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണം. തൗഹീദിനോടൊപ്പം അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഒന്നാമത്തെ കാര്യം ഈ ആയത്തുകളിൽ പറഞ്ഞത്, ഒന്ന് ശിർക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. 2 മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വഇയ്യാഹും. അല്ലാഹു തആല പറയാണ്, നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം വരുമെന്ന് ഭയപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം നൽകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, അവർക്ക് ചെലവിന് കൊടുക്കാൻ സാധിക്കില്ല എന്ന നിലക്ക് ഭയപ്പെട്ടുകൊണ്ട് മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. മക്കളെ കൊന്നുകളയുന്ന അവസ്ഥകൾ ഉണ്ടാവരുത്. എന്നിട്ട് അള്ളാഹു പറയാണ്, നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് നാമാണ്, ആ മക്കൾക്കും റിസ്ക് കൊടുക്കുന്നത് നാമാണ്. ചില ആളുകൾക്ക് ഭയങ്കര പേടിയായിരിക്കും. ചില ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഭയങ്കര ബേജാറായിരിക്കും. മക്കളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് ഉപജീവനത്തിന് നൽകുക, എങ്ങനെയാണ് അവർക്ക് റിസ്ക് നൽകുക എന്നുള്ള പേടിയുള്ള ആളുകളും, അതിന്റെ പേരിൽ മക്കളെ കൊല്ലാൻ തയ്യാറാകുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ്, ചെയ്യരുത്. കാരണം റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് അറിയിച്ചു. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, വലാ തഖറബുൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ, മ്ലേച്ഛമായിട്ടുള്ള തിന്മകളുടെ അടുക്കൽ നിങ്ങൾ ചെല്ലരുത്. ഫവാഹിഷ എന്നുള്ളത് പൊതുവെ ഖുർആനിൽ ഉപയോഗിക്കാറുള്ളത് വ്യഭിചാരം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പാപങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. പ്രകടമായതോ അല്ലെങ്കിൽ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഏത് തരത്തിലുമുള്ള അതുപോലെയുള്ള പാപങ്ങൾ നിങ്ങൾ അടുക്കരുത്. വലാ തഖറബു, നിങ്ങൾ അതിലേക്ക് അടുത്തു പോകരുത്. കാരണം അതിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ ഒരു നാശത്തിലേക്കാണ് എത്തിക്കുക എന്നുള്ളതിനെ തൊട്ട് അല്ലാഹു താക്കീത് ചെയ്തു. അഞ്ചാമതായി പറഞ്ഞു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പരിശുദ്ധമാക്കിയിട്ടുള്ള ഒരാളെയും നിങ്ങൾ വധിച്ചു കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയിട്ടുള്ള ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ മുസ്ലിമുകളുമായിട്ട് കരാറിലുള്ള കാഫിറുകളുടെ അവരുടെ നഫ്സുകൾക്ക് അല്ലാഹു തആല പരിശുദ്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അവരെ വധിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ വധിക്കണമെങ്കിൽ 4 കാരണത്തിന്റെ മേലെ വധിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തേത് ഖിസാസ്, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൊന്നു അതിന് പകരമായിട്ട്. അതല്ലെങ്കിൽ വിവാഹിതനായതിനു ശേഷവും അവൻ വ്യഭിചരിച്ചു, അവന്റെ മേലെ വധശിക്ഷ നടപ്പിലാക്കും. അതല്ല എങ്കിൽ ദീനിൽ നിന്ന് മുർത്തദായി പോയി കഴിഞ്ഞാൽ ഈ 3 കാരണത്തിനല്ലാതെ ഒരു മുസ്ലിമിനെ അള്ളാഹു പരിശുദ്ധമാക്കിയിട്ടുള്ള ഒരാളെ വധിക്കാൻ പാടില്ല. എന്നിട്ട് ആയത്തിൽ പറഞ്ഞു, ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഖിലൂൻ, ഇത് നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന വസിയത്താണെന്ന് പറഞ്ഞു. തുടർന്നുകൊണ്ട് 6ാമത്തേത് പറഞ്ഞു, വലാ തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ദ. 6ാമത്തെ കാര്യം വന്നിട്ടുള്ളത്, യതീമിന്റെ സമ്പത്ത് അത് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ അത് ഉപയോഗിക്കരുത്. യതീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തി ആകുന്നത് വരെ ഒരു കുട്ടി, അവന്റെ ഉപ്പ മരണപ്പെട്ട ആണോ പെണ്ണോ ആവട്ടെ, പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ആളുകൾക്കാണ് യതീം എന്ന് പറയുന്നത്. അപ്പൊ ആ യതീമിന് ഉപ്പാന്റെ സ്വത്തായിട്ട് അനന്തര സ്വത്തായിട്ട് ചില ആളുകൾക്ക് സ്വത്ത് ഉണ്ടാകാം, കച്ചവടം ഉണ്ടാകാം, അതുപോലെ കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകൾ അവര് ആ ജോലി ചെയ്യുന്നതിനുള്ള കൂലി അവർക്ക് അതിൽ നിന്ന് എടുക്കാം. അതല്ലാതെ അന്യായമായി അവർ യതീമാണ്, അവന് ഇത് നോക്കാനുള്ള വിവേകം എത്തിയിട്ടില്ല എന്ന നിലക്ക് അതിൽ കൈകടത്തി എടുക്കുക എന്നുള്ളത് നരകം വയറ്റിൽ നിറക്കുന്നതിന്, തീ വയറ്റിൽ നിറക്കുന്നതിന് തുല്യമാണ് എന്ന് കാണാം. യതീമിന്റെ സമ്പത്ത് ആ പ്രായപൂർത്തി എത്തുന്നത് വരെ നല്ല രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അടുത്ത കാര്യം പറഞ്ഞു, 7ാമത്തേത് പറഞ്ഞു, വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, തൂക്കവും അളവും, കച്ചവടത്തിൽ അളവും തൂക്കവുമായിട്ട് നൽകുന്ന കാര്യങ്ങൾ അത് നീതിയോടുകൂടിയായിരിക്കണം ചെയ്യേണ്ടത്.
അതായത് അതിൽ കളവും വഞ്ചനയും കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമുക്ക് നൽകാൻ പറ്റുമ്പോൾ അളക്കാൻ പറ്റുന്ന, തൂക്കാൻ പറ്റുന്ന ആ കാര്യം കൃത്യമായ കണക്കിൽ നമ്മുടെ കഴിവിന്റെ പരിധിയിൽ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം അളന്നും തൂക്കിയും നൽകേണ്ടത്. അതല്ലാത്ത രീതിയിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അടുത്തത് 8ാമത്തേത് പറഞ്ഞു, ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതിനോട് ചേർത്ത് പറയാണ്, ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളുടെയും അവന്റെ കഴിവിന്റെ പരിധി വിട്ടുകൊണ്ട് നാം നിർബന്ധിക്കില്ല. അഥവാ കഴിവിന്റെ പരമാവധി അതിൽ കൃത്യത പാലിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. 8ാമത്തേത് പറഞ്ഞു, വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ നീതിപൂർവമായിരിക്കണം നീ സംസാരിക്കേണ്ടത്. അത് നിന്റെ അടുത്ത കുടുംബക്കാരനാണെങ്കിലും, നമ്മുടെ മകൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാർ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, അവരൊരു വിഷയത്തിൽ അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരികയാണ്. അപ്പോ അത് എന്റെ മകനാണ്, എന്റെ സഹോദരനാണ്, എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന നിലക്ക് അവനെ ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ സംസാരിക്കാൻ നിൽക്കരുത്. നീതിപൂർവമായിരിക്കണം ഏത് വിഷയത്തിലും സംസാരിക്കേണ്ടത്. 9ാമത്തേത് പറഞ്ഞു, വബിഅഹ്ദില്ലാഹി ഔഫു. അള്ളാഹുവിനോടുള്ള കരാറുകൾ അത് പൂർത്തീകരിക്കുക. അള്ളാഹുവിനോട് നമ്മൾ ചെയ്തിട്ടുള്ള കരാറുകൾ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിനുമുള്ള കരാറുകൾ പൂർത്തീകരിക്കുക. എന്നിട്ട് ആയത്തിന്റെ അവസാനം പറഞ്ഞു, വസ്വാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ. ദാലിക്കും വസ്വാക്കും ബിഹി, നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. 10ാമത്തെ കാര്യമായിട്ട് പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു. ഈ കാര്യങ്ങൾ നേരാവണ്ണം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളുള്ള ഈ പാതയാണ് നേരെ ചൊവ്വയുള്ള പാത, അതിനെ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ച ഈ ഒരു പാതയുടെ അപ്പുറത്തേക്ക് ഒരു മാർഗം നിങ്ങൾ തേടിപ്പോകരുത്. നിങ്ങൾ എന്താകും? ഈ നേരായ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകും. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. ഇത് നിങ്ങൾക്കുള്ള ഉപദേശമാണ്, നിങ്ങൾ ഉപദേശിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് കാണാം. ഈ 10 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഉമ്മത്തിനോട് നൽകേണ്ട വസിയത്തായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ കിതാബുമായി ബന്ധപ്പെട്ടത് ഒന്നാമത്തെ കാര്യം അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് അല്ലാ തുശ്രികൂ ബിഹി ഷൈആ. ഒന്നിനെയും നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ശിർക്ക് നിങ്ങൾക്ക് വന്നു പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം. തൗഹീദ് അറിയുന്ന ആളുകളാണ് തൗഹീദിലേക്ക് ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ. തൗഹീദ് ഏറ്റവും പഠിക്കേണ്ട ആളുകൾ തൗഹീദാണ് ശരി എന്ന് മനസ്സിലാക്കിയ ആളുകളാണ്. അല്ലാത്തവർക്ക് തൗഹീദിന്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ തൗഹീദുള്ള ആളുകളിലാണ് ശിർക്കിലേക്കുള്ള ക്ഷണിക്കാൻ കൂടുതൽ പരിശ്രമം പിശാചിന്റെ ഭാഗത്തുണ്ടാവുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാചിന് നമ്മുടെ മേലുള്ള ലക്ഷ്യം എന്താ? നമ്മുടെ മേലെയുള്ള ശൈത്താന്റെ ലക്ഷ്യം എന്താ? എന്തെങ്കിലും ഒരു പാപത്തിൽ മാത്രം ഒതുക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർബന്ധമായിട്ടുള്ള കാര്യം ഒഴിവാക്കിപ്പിക്കുക എന്നത് മാത്രമാണോ പിശാചിന് നമ്മുടെ മേലുള്ള ലക്ഷ്യം? ഒരിക്കലുമല്ല. അത് പിശാചിനൊരു മാർഗം മാത്രമാണ്, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. ലക്ഷ്യം എന്താണ്? നമ്മളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. ശിർക്കിൽ നമ്മൾ വീഴണം എന്നതാണ്. അതിനുള്ള പണിയാണ് നമ്മുടെ അവസാന ശ്വാസം വരെ, നമ്മുടെ മരണം വരെ പിശാച് നമ്മളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഇതിനെക്കുറിച്ചുള്ള താക്കീത് ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്തതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഖൗലാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുക്കുന്നത്. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി അലൈഹാ ഖാതിമുഹു ഫൽയഖറ ഖൗലഹു തആല. ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ നോക്കണം അല്ലെങ്കിൽ വായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ആയത്തുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ സൂറത്തുൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള ആയത്തുകൾ അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ നമ്മൾ എഴുതി വെച്ചില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് സംസാരം വന്നപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ ഈ 10 കാര്യങ്ങളിൽ ഈ ആയത്തിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 10 കാര്യങ്ങൾ നാം ഗൗരവത്തിൽ ചിന്തിക്കണം. അതിൽ ഒന്നാമതായി പറഞ്ഞ കാര്യം ഷിർക്ക് സംഭവിക്കരുത് എന്നതാണ്.
ഈ തുടക്കത്തിലെ കിതാബ് തൗഹീദിന്റെ ഒരു ആമുഖം എന്നോണം കൊടുത്തിട്ടുള്ള ഈ ബാബിൽ അവസാനം കൊടുക്കുന്ന ഹദീസ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുക്കുന്ന ഹദീസാണ് വഅൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ് കുൻതു റദീഫ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴുതപ്പുറത്ത് പിന്നിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിലിരിക്കുന്നുണ്ട് കഴുതയുടെ ആ പിന്നിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലായിക്കൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു ഫഖാല ലി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് മുആദ് നിനക്കറിയുമോ അടിമകളിൽ നിന്ന് അല്ലാഹുവിന് ലഭിക്കേണ്ട അവകാശവും അല്ലാഹുവിൽ നിന്ന് അടിമകൾക്ക് ഔദാര്യമായി ലഭിക്കുന്ന അവകാശവും എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. ഖുൽതു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ് ഞാൻ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം അല്ലാഹുവും റസൂലുമാണ് അറിയുക എന്ന് പറഞ്ഞു. ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ അടിമകളിൽ നിന്ന് അല്ലാഹുവിന് ലഭിക്കേണ്ട അവകാശം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. മറ്റൊന്നിനെയും അള്ളാഹുവിന് പങ്കു ചേർക്കാൻ പാടില്ല. അതാണ് അള്ളാഹുവിന് അടിമകളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം. അതിനു വേണ്ടിയിട്ടാണ് ദീനിന്റെ മറ്റെല്ലാ കാര്യങ്ങളും നിലകൊള്ളുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷക്കാലം, അതിൽ ആദ്യത്തെ 10 വർഷക്കാലം തൗഹീദ് അല്ലാതെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല, സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല, നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല, ജിഹാദ് നിർബന്ധമാക്കിയിട്ടില്ല, ഹിജ്റക്കുള്ള കൽപ്പന നിർബന്ധമായി വന്നിട്ടില്ല. അവിടെ തൗഹീദ് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞിട്ട്, ആകെ 23 വർഷക്കാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലായിട്ടുള്ള ആ കാലം, നബിയായിട്ടുള്ള ആ കാലഘട്ടം. അതിൽ 10 വർഷക്കാലം തൗഹീദ് മാത്രം. പിന്നെയും 3 വർഷക്കാലം മക്കത്ത് നിസ്കാരം നിർബന്ധമാക്കിയതിനു ശേഷം 3 വർഷം. ആ തൗഹീദിന് വേണ്ടിയാണ് ഹിജ്റ ഉണ്ടായിട്ടുള്ളത്, തൗഹീദിന് വേണ്ടിയാണ് ജിഹാദ് ഉണ്ടായിട്ടുള്ളത്, തൗഹീദിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത്. അപ്പോ അള്ളാഹുവിന് അടിമയിൽ ലഭിക്കേണ്ട അവകാശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതിലൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. എന്നിട്ട് പറയാണ് വഹഖുൽ ഇബാദി അലല്ലാഹ് അള്ളാഹുവിൽ നിന്ന് അടിമക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന ഔദാര്യമായിട്ടുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, ഒന്നിനെയും പങ്കു ചേർക്കാത്ത അടിമകൾക്ക് അള്ളാഹു ഒരു ശിക്ഷയും നൽകൂല. സുബ്ഹാനല്ലാഹ്, തൗഹീദിന്റെ ഒരു മഹത്വം ആലോചിച്ച് നോക്കി. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തൊരു അടിമയ്ക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയും അള്ളാഹു തആല നൽകില്ല. മരണപ്പെട്ടാൽ അവന് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്ന, ഒരു വിചാരണയില്ല, ഒരു ചോദ്യം ചെയ്യലില്ല, ഒരു ബുദ്ധിമുട്ടില്ല. തൗഹീദ് തഹ്ഖീഖ് ചെയ്തവനാണോ അവന് സ്വർഗം നേരിട്ട് അള്ളാഹു തആല നൽകുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞു കേട്ടപ്പോ ഖുൽതു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ് ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറുൻ നാസ് അള്ളാന്റെ റസൂലെ ഞാൻ ജനങ്ങൾക്ക് അറിയിച്ച് ഈ സന്തോഷ വാർത്ത ജനങ്ങൾക്ക് അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തുബശ്ശിർഹും ഫയത്തകിലു നീ അതിപ്പോൾ അവർക്ക് സന്തോഷ വാർത്തയായിട്ട് അറിയിക്കണ്ട. അവർ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അമലുകളൊന്നും ചെയ്യാതെ പോകുന്ന, ഇതിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞു. അവസാനം മരണസമയത്ത് ഒരു ഇൽമ് മറച്ചു വെച്ചാൽ കുറ്റം കിട്ടുമല്ലോ എന്നുള്ള ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് മരണസമയത്ത് ഉദ്ധരിക്കുകയായിരുന്നു. ഈ ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്, തൗഹീദ് എന്നുള്ളത് നമ്മൾ അള്ളാഹുവിന് വകവെച്ച് കൊടുക്കേണ്ട ഏറ്റവും മഹത്തായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമി നിറയെ പാപവുമായിട്ട് നീ എന്റെ അടുക്കൽ വന്നാലും ഞാൻ നിന്റെ അടുക്കൽ അത്രത്തോളം പാപമോചനമായിട്ട് വരും എന്ന് അള്ളാഹു പറഞ്ഞത്. എന്താ നിബന്ധന? എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ശിർക്കില്ലാതെ എത്ര പാപവുമായി എന്നെ കണ്ടുമുട്ടിയാലും ഞാൻ അത്രത്തോളം മഗ്ഫിറത്തുമായി നിന്റെ അടുക്കൽ വരും എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം ഈ തൗഹീദിന്റെ മഹത്വമാണ്. അത്രത്തോളം പ്രാധാന്യം തൗഹീദിനുണ്ട്. ഇത്രത്തോളം ആയത്തുകളും ഹദീസുകളുമാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കിതാബു തൗഹീദ് എന്നുള്ള ഈ കിതാബിന്റെ ഒരു ആരംഭമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ സഹോദരങ്ങളെ തൗഹീദിന്റെ പ്രാധാന്യവും അത് അറിയേണ്ടതിന്റെ ഗൗരവവും അതുപോലെ തന്നെ അത് മനസ്സിലാക്കേണ്ടതും അത് ജീവിതത്തിൽ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളതും നമ്മെ അറിയിക്കുന്ന കാര്യങ്ങളാണ്.
ഇനി നമ്മൾ ഈ ഒരു ബാബ്, ഒന്നാമത്തെ ബാബുമായി ബന്ധപ്പെട്ട് ഇമാം അസ്സഅദി റഹിമഹുല്ലാഹ് ഇതിന് കൊടുത്തിട്ടുള്ള ഷർഹ് തഅലീഖ് അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നതിനെ തൊട്ട് അദ്ദേഹം ആരംഭിക്കുന്നത്, ഹാദിഹി തർജുമതു തദുല്ലു അലാ മഖ്സൂദി ഹാദൽ കിതാബ് മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി. ഈ ഒരു ആമുഖം അഥവാ കിതാബു തൗഹീദിന് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ള ആമുഖമായി നൽകിയിട്ടുള്ള ഈ ആയത്തുകളും ഹദീസുകളും ഈ കിതാബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ കിതാബിന്റെ ആരംഭം മുതൽ അവസാനം വരെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയിക്കുന്ന കാര്യമാണ്. വലിഹാദാ ഇസ്തഗ്നാ ബിഹാ അനിൽ ഖുത്ബ. അതുകൊണ്ടാണ് ഈ കിതാബിന് ഒരു മുഖദ്ദിമയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആമുഖമായിട്ടൊരു സംസാരവും ഇല്ലാതെ ഈ ആയത്തുകളും ഹദീസുകളും മാത്രം കൊടുക്കാനുള്ള കാരണം. ഐ അന്ന ഹാദൽ കിതാബ് യശ്തമിലു അലാ തൗഹീദിൽ ഇലാഹിയ്യ വൽ ഇബാദത്തി ബിദിക്രി അഹ്കാമിഹി വഹുദൂദിഹി വശുറൂത്തിഹി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കിതാബിൽ തൗഹീദുൽ ഇലാഹിയ്യ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള തൗഹീദ്, അതിനെപ്പറ്റി പരാമർശിക്കുന്നു. അതിന്റെ വിധികൾ, അതിന്റെ പരിധികൾ, അതിന്റെ നിബന്ധനകൾ, വഫദ്ലിഹി വബറാഹീനിഹി, അതിന്റെ മഹത്വം, അതിന്റെ തെളിവുകൾ, വഉസൂലിഹി വതഫാസീലിഹി, അതിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ ശാഖാപരമായിട്ടുള്ള കാര്യങ്ങൾ, വഅസ്ബാബിഹി വസമറാത്തിഹി വമുക്തവയാത്തിഹി, ആ തൗഹീദിന്റെ കാരണങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ, അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ, വമാ യസ്ദാദു ബിഹി വയഖ്വി, എന്തൊക്കെ കൊണ്ടാണ് തൗഹീദ് ഉയരുക, ശക്തിപ്പെടുക, എന്തൊക്കെ കൊണ്ടാണ് അത് ദുർബലമാകുക, വമാ ബിഹി യതിമു വയക്മുൽ, എന്തൊക്കെ കൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്ന കാര്യങ്ങൾ ഇതിൽ പരാമർശിക്കുന്നു. പറയുന്നത് തൗഹീദിന്റെ ആവശ്യമായിട്ടുള്ള അഥവാ തൗഹീദുൽ ഇലാഹിയ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ എല്ലാ കാര്യങ്ങളും, അത് ശക്തിപ്പെടുന്നതും അത് ദുർബലമാകുന്നതും അത് പൂർത്തീകരിക്കേണ്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പരാമർശിക്കുന്ന കിതാബാണിത്. ആ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു ആമുഖമാണ് ഈ ആദ്യത്തിൽ ഈ കിതാബിന് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇഅ്ലം, നീ മനസ്സിലാക്കുക, അന്ന തൗഹീദൽ മുത്ലഖ്, തൗഹീദ് എന്നുള്ളത് നിരുപാധികമായി പറയുകയാണെങ്കിൽ, അൽ ഇൽമു വൽ ഇഅ്തിറാഫു ബിതഫറുദിർ റബ്ബി ബിസിഫാത്തിൽ കമാൽ, അത് അറിവുണ്ടാവലും അംഗീകരിക്കലുമാണ് അള്ളാഹുവിന്റെ പരിപൂർണമായ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാക്കിയിട്ട്. വൽ ഇഖ്റാറു ബിതവഹുദിഹി ബിസിഫാത്തിൽ അളമതി വൽ ജലാൽ, അള്ളാഹുവിന്റെ മഹത്തരമായിട്ടുള്ള വിശേഷണങ്ങൾ, അതിൽ അള്ളാഹു ഏകനാണ് എന്ന് നീ പൂർണ്ണമായി അംഗീകരിക്കലും അതിനെ സത്യപ്പെടുത്തലുമാണ്. വഇഫ്റാദുഹു വഹ്ദ ബിൽ ഇബാദത്തി, ഇബാദത്തിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കലാണ്. വഹുവ സലാസത്തു അഖ്സാം, അത് 3 ഇനങ്ങളാണ്. തൗഹീദ് എന്ന് പറയുന്നത് അഥവാ നിരുപാധികമായി തൗഹീദ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ മഹത്വത്തോടു കൂടിയും അള്ളാഹുവിനുണ്ട് എന്നതിനെ കുറിച്ചുള്ള അറിവും അംഗീകരിക്കലുമാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരുപാധികം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ഇനങ്ങളാണുള്ളത്. അഹദുഹ, ഒന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള തൗഹീദ്. വഹുവ, അങ്ങനെ പറഞ്ഞാൽ ഇഅ്തിഖാദു ഇൻഫിറാദിർ റബ്ബി ജല്ല ജലാലുഹു ബിൽ കമാലിൽ മുത്ലഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിപൂർണതയിൽ അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിക്കൽ. മിൻ ജമീഇൽ വുജൂഹി ബിനുഊത്തിൽ അളമതി വൽ ജലാലി വൽ ജമാൽ, എല്ലാവിധ പൂർണ്ണതയുള്ള മഹത്വമുള്ള സൗന്ദര്യമുള്ള വിശേഷണങ്ങളിലൂടെ അല്ലാഹു തആല ഏകനാണ് എന്നത്. അല്ലതി ലാ യുശാരികുഹു ഫീഹാ മുശാരികുൻ ബിവജ്ഹി മിനൽ വുജൂഹ്, ആ വിഷയങ്ങളിൽ ഒരു തരത്തിലും അല്ലാഹുവിനൊരു പങ്കുകാരനില്ല. അള്ളാഹുവിന് യോജിച്ച നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രം, അതിലൊരു പങ്കുകാരനുമില്ല. വദാലിക ബിഇസ്ബാത്ത്, അതെങ്ങനെയാണ് സാധിക്കുക? വദാലിക ബിഇസ്ബാത്തി മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി ഔ അസ്ബതഹു ലഹു റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജമീഇൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പറ്റി എന്തെല്ലാം നാമങ്ങളാണോ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നാമങ്ങളും വിശേഷണങ്ങളുമാണോ പറഞ്ഞത്, അതിനെ സ്ഥിരപ്പെടുത്തുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വമആനിഹാ വഅഹ്കാമിഹൽ വാരിദ ഫിൽ കിതാബി വസ്സുന്ന അലൽ വജ്ഹിൽ ലായിക ബിൽ അളമതിഹി വജലാലിഹി, അതിന്റെ ആശയങ്ങളും അതിന്റെ വിധികളും ഖുർആനിലും സുന്നത്തിലും വന്നതുപോലെ അള്ളാഹുവിന് യോജിച്ച രീതിയിൽ മനസ്സിലാക്കുക.
അതാണ് തൗഹീദ് അസ്മാ വസിഫാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അള്ളാഹുവിനെ പറ്റി അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു, എന്തെല്ലാം നാമങ്ങളും വിശേഷങ്ങളും പറഞ്ഞു, ഖുർആനിൽ സുന്നത്തിലും വന്നു, അത് അള്ളാഹുവിന് യോജിച്ച രീതിയിലുള്ളതാണ് എന്ന് വിശ്വസിക്കുക. എന്നിട്ട് പറഞ്ഞു മിൻ ഗൈരി നഫ്യിൻ ലിശൈഇൻ മിൻഹാ, അതിലൊന്നിനെ പോലും നിരാകരിക്കാൻ പാടില്ല. ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷങ്ങളോ നിരാകരിക്കാൻ പാടില്ല. വലാ തഅതീൽ, അതിനെ നിഷേധിച്ചുകൊണ്ട്, വലാ തഹരീഫ്, അതിന്റെ ആശയങ്ങളെ മാറ്റി പറഞ്ഞുകൊണ്ട്, വലാ തംസീൽ, അതിന് ഉപമ പറഞ്ഞുകൊണ്ട്. നമ്മൾ അസ്മാഉ സിഫാത്തുകളൊക്കെ പഠിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷങ്ങളോ നിഷേധിക്കാൻ പാടില്ല, അതിന്റെ ആശയം മാറ്റി പറയാൻ പാടില്ല, അതുപോലെ തന്നെ ഉപമ പറയാൻ പാടില്ല. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ കൈ, ഇതുപോലെയാണ് അള്ളാഹുവിന്റെ വജ്ഹ്, അങ്ങനെ പറയാൻ പാടില്ല. ونفي ما نفاه عن نفسه أو نفاه عنه رسوله صلى الله عليه وسلم من النقائص والعيوب وأن كل ما ينافي كماله. എന്തൊക്കെ വിശേഷണങ്ങളാണോ അള്ളാഹുവിന് ഇല്ല എന്ന് അള്ളാഹുവും റസൂലും നിഷേധിച്ചിട്ടുള്ളത് അതിനെ നിഷേധിക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഉറങ്ങുകയില്ല, അള്ളാഹു ഉറക്കം തൂങ്ങുകയില്ല, അങ്ങനെയുള്ള നിഷേധിച്ചുള്ള വിശേഷങ്ങളെ അതുപോലെ മനസ്സിലാക്കും. അതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞത്. അസ്സാനി, രണ്ടാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയത്തിലുള്ള തൗഹീദ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? بأن يعتقد العبد أن الله هو الرب المتفرد بالخلق والرزق والتدبير. ഒരു അടിമ ഉറച്ചു വിശ്വസിക്കലാണ് അള്ളാഹു ആണ് റബ്ബ്. എന്ത് വിഷയത്തിൽ? ബിർറിസ്ഖ്, ഉപജീവനം നൽകുന്ന വിഷയത്തിൽ, സൃഷ്ടിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ. ഈ കാര്യങ്ങളിലൊക്കെ അള്ളാഹു അല്ലാതെ ഒരാളില്ല എന്ന് ഉറച്ചു വിശ്വസിക്കലാണ്. അല്ലദീ റബ്ബ ജമീഅൽ ഖൽഖ് ബിന്നിഅം വറബ്ബ ഖവാസ ഖൽഖിഹി. അള്ളാഹു തആല എല്ലാ സൃഷ്ടികളെയും അവന്റെ അനുഗ്രഹം കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. ഇപ്പോൾ കാഫിറാവട്ടെ, മുസ്ലിം ആവട്ടെ, മുഅ്മിനാവട്ടെ, അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള താമസം, അവർക്ക് വായു, വെള്ളം എല്ലാം നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. അതുപോലെ തന്നെ വറബ്ബ ഖവാസ ഖൽഖിഹി, എന്നാൽ പ്രത്യേകമായിട്ടുള്ള അടിമകളെ പ്രത്യേകമായിട്ട് അള്ളാഹു വളർത്തിക്കൊണ്ടുവരും. ആരൊക്കെയാണത്? വഹുമുൽ അംബിയ, നബിമാർ, വഅത്ബാഉഹും, നബിമാരെ പിൻപറ്റുന്ന ആളുകൾ, ബിൽ അഖായിദി സഹീഹ വൽ അഖ്ലാഖിൽ ജമീല, അവർക്ക് നൽകുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ശരിയായ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തും, നല്ല സ്വഭാവങ്ങൾ അവർക്കുണ്ടാക്കും. വൽ ഉലൂമിൻ നാഫിയ വൽ അമാലിസ് സാലിഹ, ഉപകാരപ്രദമായിട്ടുള്ള അറിവ് അവർക്ക് നൽകും, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകും. വഹാദിഹി തർബിയത്തുൻ നാഫിഅ ലിൽ ഖുലൂബി വൽ അർവാഹ് അൽ മുസ്മിറത്തു ലിസആദത്തി ദാറൈൻ. ഈ പ്രത്യേകമായിട്ടുള്ള തർബിയത്ത് ഇരുലോകത്തും വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒന്നാമത്തെ തൗഹീദിന്റെ ഇനം തൗഹീദുൽ അസ്മാഇ വസിഫാത്താണ്. രണ്ടാമത്തേത് തൗഹീദുർ റുബൂബിയത്താണ്. മൂന്നാമത്തേത് സാലിസ് തൗഹീദുൽ ഇലാഹിയ്യ. തൗഹീദുൽ ഇലാഹിയ്യ അങ്ങനെ പറഞ്ഞാൽ എന്താ? യുഖാലു ലഹു തൗഹീദുൽ ഇബാദ, അതിനെ പറയുന്ന പേരാണ് തൗഹീദുൽ ഇബാദ. ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹുവിന് മാത്രമാക്കുക എന്നത്. وهو العلم والاعتراف بأن الله ذو الألوهية والعبودية على خلقه أجمعين. അങ്ങനെ തൗഹീദുൽ ഇബാദ എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമാണ് എല്ലാ സൃഷ്ടികളുടെയും ഇബാദത്തിന്, ആരാധനക്ക് അർഹനായിട്ടുള്ളത്. وإفراده وحده بالعبادة كلها وإخلاص الدين لله وحده, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുകയുള്ളൂ. ദീനിന്റെ എല്ലാ കർമ്മവും ഇഖ്ലാസോടുകൂടി അവന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. وهذا الأخير يستلزم القسمين الأولين ويتضمنها. ഇമാം അശ്അരി റഹിമഹുല്ലാഹ് പറയാണ്, മൂന്നാമത്തെ ഇനണ്ടല്ലോ തൗഹീദുൽ ഇലാഹിയ എന്ന് പറഞ്ഞത്, അത് ആദ്യത്തെ രണ്ട് ഇനത്തെയും നിർബന്ധമാക്കുന്ന കാര്യമാണ്. കാരണം ഒരാൾക്ക് തൗഹീദുൽ ഇബാദ ഉണ്ട് എങ്കിൽ നിർബന്ധമായി അവൻ എന്തുണ്ടായിരിക്കണം? എന്തുണ്ടാവും? തൗഹീദുൽ അസ്മാഉ സിഫാത്ത് റുബൂബിയത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ അത് പൂർണ്ണമാവുന്നത്. കാരണം തൗഹീദുൽ ഇബാദ എന്ന് പറഞ്ഞാൽ റുബൂബിയത്തിൽ അള്ളാഹു ഏകനാണ് എന്നും അസ്മാഉ സിഫാത്തിൽ അള്ളാഹു ഏകനാണെന്നും അംഗീകരിക്കുമ്പോഴാണ് തൗഹീദുൽ ഇബാദയുടെ പൂർണ്ണതയിലേക്ക് ഒരു അടിമ എത്തുന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശം. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹുൽ മഅലൂഹുൽ മഅബൂദ് ലിമാ ലഹു മിൻ ഔസാഫിൽ അളം വൽ ജലാൽ. അള്ളാഹുവാണ് മഅബൂദ്, ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. ഏറ്റവും പൂർണ്ണമായ വിശേഷണങ്ങളോടുകൂടി ഏകനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. അപ്പോ റുബൂബിയത്ത് അള്ളാഹുവിനുണ്ട് എന്നൊരാൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അവൻ അംഗീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞു, സൃഷ്ടാവും നിയന്താവും എല്ലാം അള്ളാഹു ആണ് എന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുകയാണ് എങ്കിൽ അവന്റെ ആവശ്യങ്ങൾക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരാളോട് അവന് ചോദിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ മേലെ അല്ലാതെ പ്രതീക്ഷ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ മാത്രമായി മാറും. എന്നിട്ട് പറയാണ്, ഫദക്കറൽ മുസന്നിഫു ഫി ഹാദിഹി തർജുമ, ഈ കിതാബിന്റെ ഈ ആമുഖത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്ന വിഷയം, മിൻ നുസൂസി മാ യദുല്ലു അലാ അന്ന അല്ലാഹ ഖലഖൽ ഖൽഖ ലിഇബാദതിഹി വലിഖലാസി ലഹു. ഇതിൽ പറഞ്ഞ വിഷയം, അള്ളാഹു അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിക്കാനും ഇഖ്ലാസോട് കൂടി അവന് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യാനുമാണ്. അതാണ് ഒരു അടിമയുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവിധ കിതാബുകളും അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു തആല റസൂലുകളെ നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ റസൂലുകളും ക്ഷണിച്ചിട്ടുള്ളത് തൗഹീദിലേക്കാണ്. താക്കീത് ചെയ്തത് ശിർക്കിനെ തൊട്ടാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് ഈ ഒരു കാര്യത്തിനാണ്. ഖുർആൻ തൗഹീദിനെ കൽപ്പിക്കുന്നു, അതിനാവശ്യമായ കാര്യങ്ങളെ നിർബന്ധമാക്കുന്നു, അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരാളുടെ വിജയവും രക്ഷയും സൗഭാഗ്യവും എല്ലാം തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിലകൊള്ളുന്നത്. തൗഹീദ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്തില്ല, അതിന് വേറൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. ഇത് അറിയിക്കാനാണ് ഈ ഒരു ആമുഖം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത് എന്ന് ഇമാം അസ്സഅദി റഹിമഹുല്ലാഹ് വിശദീകരിച്ച് പറയുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ഈ ആമുഖം തൗഹീദിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം, അതിനെ വിശദീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായി അറിയിച്ചുകൊണ്ടാണ് ഈ കിതാബിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഓരോ ബാബുകളുമായിട്ട് തിരിച്ചിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഈ ആദ്യത്തെ ഈ ആമുഖത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റെന്തിനേക്കാളും, നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ വായുവിനേക്കാളും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം തൗഹീദാണ്. അതാണ് നമ്മളിവിടെ ജീവിക്കാനും നമ്മളിവിടെ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം അതാണ്. അതില്ലാതെ മറ്റൊന്നുണ്ടായിട്ടും യാതൊരു കാര്യമില്ല. തൗഹീദിൽ അറിവില്ലാതെ ദുനിയാവിന്റെ ഈ ലോകത്തിലെ മറ്റെന്തിനെ കുറിച്ച് അവൻ എത്ര അറിവുള്ളവനായാലും അവൻ ജാഹിലാണ്. അവൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള അറിവ് അവനില്ല. അതിനു പുറമേയുള്ള ബാക്കി ഒരുപാട് അറിവുകൾ അവനുണ്ട് എങ്കിലും അവൻ ജാഹിലാണ്. കാരണം അവന്റെ ലക്ഷ്യം അവൻ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ചുള്ള പഠനം നാം ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. ഈ കിതാബിലെ ഓരോ ബാബുകളും അതിന്റെ ആശയങ്ങളും ആ രീതിയിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആളുകളായി മാറാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.